guys, this is me Srivisha. ZLT Presents Zamaka Season 2 മറ്റൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് ഇരിനാവ് ഹിന്ദു ALP സ്കൂളിലാണ്. ഇന്ന് അങ്ങോട്ടേക്ക് പോയാലോ? ഇന്നത്തെ ദിവസം ഇവിടെ ആവാം അല്ലേ? Come on. സ്കൂളിന്റെ വിവരങ്ങൾ ഒരുപാട് ചോദിച്ചേ ഉണ്ടാവില്ലേ അല്ലേ? നമുക്കത് പറഞ്ഞുതരാൻ വേണ്ടി നമുക്ക് ഇവിടുത്തെ HM ഉണ്ട്. HM ഒന്ന് പരിചയപ്പെടാം. ഹായ് സർ. ഞാൻ നമീർ. ഇവിടെ മടക്കരത്തെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. പിന്നെ ഇവിടെ 13 വർഷം ഞാൻ ഇപ്പോൾ സർവീസിൽ കയറിയിട്ട് 13ാമത്തെ വർഷം. അല്ല, സർവീസിൽ കയറിയിട്ട് 13ാമത്തെ വർഷം. HM ആയിട്ട് ഇത് 3ാമത്തെ വർഷം. ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ വിജയം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ PT ൻ്റെത് അതേപോലെ നാട്ടുകാരുടെ സപ്പോർട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ സ്കൂളിൻ്റെ വിജയം. പിന്നെ ഒരു 13 വർഷത്തോളമായി നമ്മുടെ സബ് ജില്ലയിൽ നമ്മൾ ബെസ്റ്റ് PT അവാർഡ് നമുക്ക് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ PT ൻ്റെ ഒരു പിന്തുണ. പിന്നെ അതേപോലെ നമ്മുടെ സ്കൂളിലെ ഓരോ പ്രവർത്തനങ്ങളിലും നല്ല പിന്തുണ PT യുടേത് അതേപോലെ നാട്ടുകാരുടെ നല്ലൊരു പിന്തുണ നമുക്ക് സ്കൂളിൽ എല്ലാ കാര്യത്തിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ സ്കൂളിൽ നമ്മൾ കെട്ടിടം പണിയുന്ന കാര്യത്തിൽ ഏത് കാര്യത്തിലായാലും നല്ലൊരു പിന്തുണയുണ്ട്. പിന്നെ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രഭാത ഭക്ഷണം കൊടുക്കുന്നുണ്ട് രാവിലെ കുട്ടികൾക്ക്. അതിനും എല്ലാ ദിവസവും 2 പേരൻസ് വന്ന് കാര്യങ്ങളിൽ ചെയ്ത് തരുന്നുണ്ട്. പേപ്പറിലെല്ലാം ന്യൂസ് വന്നിട്ടുണ്ട്. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞത്. അതിപ്പോൾ നമ്മൾ പിന്നെ പല സ്ഥലത്തു നിന്നും കുട്ടികൾ നമ്മുടെ സ്കൂളിലേക്ക് എത്തുന്നതാണ്. അപ്പോൾ രാവിലെ മദ്രസയിൽ പോകുന്ന കുട്ടികളുണ്ടാവും. അവർ രാവിലെ തന്നെ ഒരു 6 മണിക്കെല്ലാം മദ്രസയിലേക്ക് പോയി പിന്നെ തിരിച്ച് സ്കൂളിലേക്ക് എത്തുന്നതിൻ്റെ ഇടയിൽ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാനൊന്നും സമയം കിട്ടാത്തവരുണ്ടാവും. അതുകൂടാണ്ട് വരുന്ന കുട്ടികൾ തന്നെ പലതരത്തിലുള്ള സ്നാക്സ് ആയിരിക്കും കൊണ്ടുവരുന്നത്. പ്ലാസ്റ്റിക് കവർ അടങ്ങുന്ന ബിസ്ക്കറ്റ് പോലുള്ള അതുപോലെ ബേക്കറി ഐറ്റംസ് കൊണ്ടുവരുന്നവരുണ്ടാവും. അതുപോലെ രാവിലത്തെ നല്ല എന്താ പറയുക നല്ല ഫുഡുകൾ കൊണ്ടുവരുന്നവരുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു യൂണിഫോമിറ്റി ഇതിലും കൂടി കിട്ടാന്നില്ല ഒരു ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്നാക്സ്. അതെ അതെ, അതിൽ നല്ല പിന്തുണ രക്ഷിതാക്കളെ ഭാഗത്തുനിന്ന് ഉണ്ട്. നമ്മൾ പിന്നെ പലതരം ആയിട്ട് കൊടുക്കുന്നുണ്ട്. പാലുള്ള ദിവസങ്ങളിൽ മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ പായസമാണ് കൊടുക്കാം. ബാക്കി എല്ലാ ദിവസം കപ്പ, അത് അരിയുണ്ട, റവ, അങ്ങനെ പല ഐറ്റംസ് പരമാവധി വെറൈറ്റി ഹെൽത്തി ഫുഡ്. അതെ, കടല, ചെറുപയർ, അങ്ങനെ പരമാവധി വെറൈറ്റി കൊണ്ടുവന്ന് ചെയ്യുന്നു. താങ്ക് യു സർ. നമുക്കിതാ കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ടല്ലേ അല്ലേ? ഉഷാറാണോ എല്ലാരും? എല്ലാരും ഉഷാറാണ്. പാലൊക്കെ കുടിച്ചോ? ഇത്ര വെച്ചേ ഉള്ളോ? ഇന്ന് എന്തായിരുന്നു കഴിക്കാൻ? പായസം. പായസം ഇഷ്ടാണ് എല്ലാവർക്കും? എല്ലാവർക്കും ഇഷ്ടാണ്. അത് വയറ് നിറയെ കുടിച്ചതല്ലേ? അപ്പൊ നമുക്കിനി കുറച്ച് അടിച്ചു പൊളിച്ചാലോ പാട്ടൊക്കെ പാടിയിട്ട്? ഇഷ്ടാണോടാ പാട്ടൊക്കെ? എല്ലാവർക്കും ഇഷ്ടാണ്. എന്നാ ഫസ്റ്റ് ഞാൻ പാട്ട് പാടാൻ എന്നിട്ട് ആരാ വരുന്നേ? വാ, അവൻ ഫസ്റ്റ് റെഡിയായി വന്നതല്ലേ ഞാൻ പാടാന്ന് പറഞ്ഞിട്ട്. എവിടെ ആളെവിടെ? നീ വരുന്നില്ലേ? വാ, അവനെ ഫ്രണ്ടിനെയും കൂട്ടിയിട്ടേ വരും അല്ലേ? പേരെന്താ? അദ്വൈത്. പേരെന്താ? സുഗൈൻ. ഓക്കെ, ഏത് പാട്ടാ പാടുന്നേ? എന്താ മൈക്ക് തരട്ടെ ഞാൻ? തിലക്കവത്ത അണ്ടവിണത്തള ചാട്ടൽ പാത്തലുത്ത പാത്തലി കൂട്ടാക്കില്ല പൂവും കണ്ണും നമ്മൾ കാണൂല. താങ്ക് യു. ക്ലാപ്പ് ചെയ്ത് എല്ലാരും. അടുത്ത ആരാ വരുന്നേ? ആണോ? നമുക്ക് ഇവിടെ നിന്നോ പാടുവോ മോള്? ഏത് പാട്ടാ? അതെയോ? നിങ്ങൾ എല്ലാരും ഒന്നിച്ചാ പാട്ട് പാടുന്നോ? ഒന്നിച്ച് പാട്ട് പാടോ? ഇവിടെ നിന്നോ എല്ലാരും ഒന്നിച്ച് പാടിക്കോട്ടാ. ചോട്ടിലെ കന്നമഴ പൂവിലെ ചുവടി വെച്ചു പാറി വന്ന പൈങ്കിളി കണ്ണെഴുതി കൊടുത്തുന പൊട്ടു തൊട്ടു കൊടുത്തുന എന്നിട്ടും മിണ്ടിയില കളിക്കൂട്ടുകാരെ കനകമാല കൊച്ചുന
കവിത്തിൽ കെട്ടിക്കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ പാദസരം വാങ്ങിന കാലിലിട്ടു കൊടുത്തു ഞാൻ എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ മുല്ലപ്പൂ വച്ചുന കവിളിൽ വെച്ചു കൊടുത്തുന എന്നിട്ടും മിണ്ടിയില്ല കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ പാദസരം കഴിച്ചുന കാലിൽ വെച്ചു കൊടുത്തുന എന്നും മിണ്ടിയല്ലോ കൂട്ടുകാരെ കളിക്കൂട്ടുകാരെ കൊന്ന മരച്ചോട്ടിലെ കൊന്ന മരപ്പൂവിലെ ചുവട് വെച്ച് പാറി വന്ന പൈങ്കിളി. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ആ ആക്ഷൻസിലൊന്ന് ശ്രദ്ധിക്കേണ്ട ആക്ഷൻസ് ആണല്ലേ. നല്ല രസമുണ്ടായിനെ. അടിപൊളി. നിങ്ങളുണ്ടോ? ഏത് പാട്ടാ പാടുക? മൈക്ക് തരട്ടെ. അവിടുന്ന് പാടിക്കോ കേട്ടോ. അമ്പിളിയമ്മാവ മാനത്തങ്ങിരിപ്പാണോ തായോട്ട് വന്നാലോ ഞങ്ങൾക്കും വിളിച്ചൊരു തരാ. അമ്പിളിയമ്മാവ മാനത്തങ്ങിരിപ്പാണോ തായോട്ട് വന്നാലോ ഞങ്ങൾക്കും വിളിച്ചൊരു തരാ. ക്ലാപ്പ് ചെയ്ത്. അതുപോലെ അടിപൊളിയായിട്ട് ആക്ഷൻ സോങ് പാടി ഒരു മിടുക്കിനെ ഞാൻ ഇങ്ങോട്ട് വിളിക്കട്ടെ. ഇനി വന്നേ, ഇനി വാ. പേരെന്താ? ആദ്യ കൂട്ടി നന്നായിട്ട് പാടി. എല്ലാരും പാടി. അവളെ ആക്ഷൻസ് ഒന്ന് ശ്രദ്ധിക്കേണ്ട ആക്ഷൻസ് ആയിരുന്നു അല്ലേ. എവിടുന്നാ വരുന്നേ? കന്നവര. എവിടുന്നാ? കന്നവര. ഓ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഉമ്മാമിയും ഉമ്മയും ഇക്കാച്ചും. ആണോ? ഇത്താത്ത. ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേരെന്താ? ബെസ്റ്റ് ഫ്രണ്ടിന്റെ പേരെന്താ? ആലിയ, ഫാത്തിമ, ഐമ. ഓക്കെ. ഇനി ഏതെങ്കിലും പാട്ട് പാടണോ? ഞാൻ എന്റെ പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്. ഇനിയൊന്നും ചോദിക്കരുത്. അങ്ങനെയാണോ? അങ്ങനെയാണ്. നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചർ വിളിച്ചാലോ? അതുപോലെ അതിന് മുമ്പ് ഒരാളെ പരിചയപ്പെടുത്തരാം. കൂട്ടത്തിൽ ഒരാളുണ്ടാവില്ലേ അല്ലേ, നമ്മൾ അറ്റൻഷൻ വാങ്ങിക്കുന്ന. എടാ ഇവിടെ ഇങ്ങനെ വാടാ. ഇതാണ് കേട്ടോ. അവിടുന്ന് സംസാരിക്കുമ്പോ ഇവിടുന്ന് സംസാരിക്കുമ്പോ അല്ലേ ഓടുന്നിടന്ന് സംസാരിക്കുമായിരുന്നു. നീ പേരെന്താ? എന്താ? അനാനാണോ? എവിടുന്ന വരുന്നേ? വീട്ടിന്ന്. അനാന് ഞാൻ വീട്ടിൽ വരുന്നേ. അല്ല എടാ പോവല്ലടാ. അവിടുന്ന് നീ നല്ല സംസാരായിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറ്റി? സംസാരിക്കൂലേ? സംസാരിക്കും. നിന്റെ ഫേവറേറ്റ് ടീച്ചർ ആരാ? ഇഷ്ടമുള്ള ടീച്ചർ ആരാ? അങ്ങോട്ടാണോ? ആ ടീച്ചർ ഒന്ന് വിളിച്ചേ. പേരെന്താ ടീച്ചറെ? ജിഷ ടീച്ചറോ? ജിഷ ടീച്ചറോ? നിങ്ങ വന്നേ. കുട്ടിയുടെ ഫേവറേറ്റ് ടീച്ചർ ആട്ടോ ജിഷ ടീച്ചർ അല്ലേ? ആണ്. ജിഷ ടീച്ചർ അല്ലേ കുട്ടിയുടെ ഫേവറേറ്റ് ടീച്ചർ ആണല്ലേ? ഓക്കെ. മക്കൾക്ക് എടുക്കുന്ന ടീച്ചറാണോ? ആണ്. ഓക്കെ. ഏത് ക്ലാസ്സിന് എടുക്കുന്നത്? ഓക്കെ. ടീച്ചർ എവിടുന്ന് വരുന്നേ? ആണോ? എത്ര കാലം ടീച്ചർ ഇവിടെ വർക്ക് ചെയ്യുന്നത്? ഞാനൊരു 12 വർഷത്തിലധികം. 12 വർഷത്തിലധികം. ടീച്ചർ ഒന്നിച്ച് പാട്ട് പാടണോ? പാടാ അല്ലേ ടീച്ചർ ഒന്നിച്ചിട്ട്? ടീച്ചർ റെഡി അല്ലേ? റെഡി പറ. അപ്പൊ ഒരു പാട്ട് ടീച്ചർ. ക്ലാസ് ആന്ന് വിചാരിച്ചാ മതി അല്ലേ? ക്ലാസ് ആന്ന് വിചാരിച്ച കുട്ടിക്ക് ഒരു പാട്ട്. അത്രയല്ലേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? സിമ്പിൾ. നിങ്ങൾ ടീച്ചർ സപ്പോർട്ട് ചെയ്യില്ലേ? സപ്പോർട്ട് ചെയ്യും. അപ്പൊ റെഡി. ക്ലാസ് ആന്ന് വിചാരിച്ചാ മതി അല്ലേ? അയ്യോ ഈ പരിപാടിക്ക് ഞാനില്ല. അത് ക്ലാസ് ഇല്ലേ? അങ്ങനെയാണോ? കുഴപ്പമില്ല. താങ്ക് യു ടീച്ചർ. അവിടുന്ന് ടീച്ചർ ഓടുന്നു കേട്ടോ. ഞാൻ വെറുതെ നോക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ തന്നെ ടീച്ചർ അങ്ങോട്ട് പോവാ. ഓക്കെ. ടീച്ചർ എന്തായാലും വിളിക്കും. ടീച്ചറല്ലേ ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടായത്? ഈ ടീച്ചർ തന്നെയാണോ? അല്ല അല്ലേ, വേറെ ടീച്ചറാ? ഓക്കെ. ആ ടീച്ചറെ ഒന്ന് കാണണം.
ദേ അടുത്ത ബാച്ച് കുഞ്ഞു മക്കളെ കിട്ടിയിട്ടുണ്ട്. ബിസി ആണോടാ? അദ്വിക. ബിസി ആണോടാ? അദ്വൈക അല്ലേ? അവള് പേര് പറഞ്ഞു. അദ്വൈക എവിടുന്ന വരുന്നേ? വീട് എവിടെയാ? ഇരുനാവ് നാളെ വരുന്നേ. നിങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സാ? ബെസ്റ്റ് ഫ്രണ്ട്സാ? ആ ബെസ്റ്റ് ഫ്രണ്ട്സാ. അതാ തോളിലിട്ട് നിക്കുന്നത്, കയ്യിലിട്ട് നിക്കുന്നേ അല്ലേ? പേരെന്താ? അയ്യോടാ. അപ്പൊ എല്ലാരും പാട്ടൊക്കെ പാടുവോ? എല്ലാവർക്കും ഒരുപോലെ അറിയുന്ന പാട്ടുണ്ടോ? ഏതാ പാട്ട്? നീലനിലവേ. എല്ലാവർക്കും അറിയോ? എന്നാ ഞാൻ നടുക്കില്ലാക്ക മൈക്ക് തരാം, പാടിക്കോ. എല്ലാരും പാടണേ. ഒരു മിനിറ്റ് പാടല്ലേ. ഇവിടുന്ന് പാടുമ്പോണ്ടല്ലോ അവിടുന്നുള്ള ആ ഒരു എനർജി, അപ്പൊ അയാളെ കൊണ്ട് എന്തായാലും പാടിക്കണം അല്ലേ? മൈക്ക് ഇതാടാ, പാടിക്കേ. അതേ എനർജി വേണേ. അതെ, മേടിച്ചോടാ. അവനെ മാത്രം ഇങ്ങോട്ട് വിളിക്കട്ടെ. ഒന്ന് വന്നേ, നീ വാ. നിങ്ങൾ രണ്ടാളും ഇങ്ങ് വന്നേ, രണ്ടാളും വാ. ഇവന്റെ ഒരു എനർജി ഉണ്ടല്ലോ. എന്നാ മൈക്ക് ഇതാ, നീ ഒന്ന് മൈക്ക് പിടിച്ചു കൊടുത്തേ, അവന് പാടിക്കോട്ടെ. അവൻ ഒച്ചത് പാടണേ, സൗണ്ട് പാടണേ. പാടിക്കോ, നീ നല്ലോണം പാടിക്കോ. ആ രണ്ടും ഒന്നിച്ച് പാടിക്കോ. നീലനിലവേ പാടി. നീലനിലവേ നിലവിനഴകേ താരമണിയേ തിരിയെ പാലയുകയാ നിലവിനഴക തോറുമുലരും മനസ്സിൽ വെറുതെ പാടിടാതെ എന്നോഹമോ നിന്റെ ഓർമ്മയാലേ നൂറു പൊൻകിനാവിൽ നിന്റെ ക്ലാപ്പ് ചെയ്ത് എല്ലാരും. അപ്പൊ കൂട്ടത്തിൽ ഒരു സിംഗർ കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരെന്താ? ലക്ഷിത. എന്താ? ലക്ഷിത. ലക്ഷിത. ഓക്കെ, ലക്ഷിത കുട്ടിന്റെ പാട്ട് കേട്ടാലോ? പാട്ട് പാടില്ലേ? ഏത് പാട്ട് പാടും? തരട്ടെ മൈക്ക്. എന്താ? എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്ത് പുന്നാരിച്ചൊരു മുല്ലനത്തു കണ്ണീർ തേവി നനച്ചു കിനാവിന്റെ പൊൻതൂവൽ കൊണ്ടു പന്തലിത്തു മിണ്ടാതെത്തിയ കാച്ചൊരു കൗതുക കൊണ്ടാവല്ലിയിലൊന്നു തൊത്തു രണ്ടാം നാളിന്റെ ജീവനം മൊത്തവരണ്ടേ വന്നു കത്തു ഇരുത്തിന്റെ കൂത്തിൽ കൊണ്ടേത്തു എന്നോ ഞാൻ എന്റെ മുറ്റത്തൊരറ്റത്തു പുന്നാരിച്ചൊരു മുല്ലനത്തു മിണ്ടാതെത്തിയ കാച്ചൊരു കൗതുക കൊണ്ടാവല്ലിയിലൊന്നു തൊത്തു രണ്ടാം നാളിന്റെ ജീവനമൊത്തവരന്റെ വന്നു കത്തു ഇരുത്തിന്റെ കൂത്തിൽ കൊണ്ടേത്തു വലയത്തെ കൈകൊത്തിപ്പാതുന്റെ തത്തമ്മ കിളിയുടെ പാത്തിനും കേട്ടില്ല ഞാൻ വണ്ണാത്തി പുള്ളിയിലും അന്നര കണ്ണനും അന്നപ്പം ചുട്ടു കൊതുത്തില്ല ഞാൻ. താങ്ക് യു. നന്നായിട്ടില്ലേ? ക്ലാപ്പ് ചെയ്തേ. ആരാ പഠിപ്പിച്ചെന്നേ? അമ്മമ്മ പഠിപ്പിച്ചെന്നാണോ? അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങ് വന്നേ, ഇങ്ങ് വാ. ബാക്ക് തിരിഞ്ഞു നോക്കി. എന്നെയാണോ ബാക്കിലുള്ള ആരെയാണോ? പേരെന്താടാ? ഓക്കെ, നീ പാട്ടുകാരനെന്ന് കേട്ടല്ലോ. ആണോ? ആണ്. ഞാൻ തന്നെയാണല്ലേ. എവിടുന്നാ വരുന്നേ? ഇരുനാവ്. പാട്ട് പഠിത്തരുവോ? വാട്ടർമെലൺ വാട്ടർമെലൺ പപ്പായ പപ്പായ ചിക്കു ഓറഞ്ച് ആപ്പിൾ കട്ടിംഗ് വെൽ a little
eyes and sugar. Mystic well. Put it in a little man. Fruit salad. ഹലോ 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 ആ ഒരു പാട്ടുണ്ടാക്കാല്ലേ നമുക്കിങ്ങനെ നന്നായിരിക്കും അല്ലേടാ ഇങ്ങനെ ഒരു പാട്ടുണ്ടാക്കിയാല് ആ അപ്പൊ നമുക്ക് നിങ്ങൾ എന്താ ചെയ്യാന്നറിയോ ഇനി എന്തെങ്കിലും ഐഡിയ ഉണ്ടോ നമ്മൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നേന്ന് ഒരു ഐഡിയ ഇല്ല നമ്മൾ ഇനി കുസൃതി ചോദ്യത്തിലാക്കാന്ന് പോന്നേ ഗിഫ്റ്റ് ഒക്കെ വേണ്ടേ പക്ഷെ അതിനു മുമ്പ് നമുക്കൊരു എന്റർടൈൻമെന്റ് ആയാലോ ആകാം അല്ലേ നിങ്ങളാ അപ്പോ ഒരു എന്റർടൈൻമെന്റ് ആയാലോ ആകാം നമുക്ക് ആ സാറിനെ ഒന്ന് വിളിച്ചാലോ ആ വൈറ്റ് ഇട്ട് നിൽക്കുന്ന ഷർട്ട് ഇട്ട് നിൽക്കുന്ന സാറിനെ വിളിച്ചാലോ 2 സാറുണ്ട് നമുക്ക് ആദ്യം ഒരു സാറിന് പണിഞ്ഞു തുടങ്ങാം ഒരു സാറിന് പണിഞ്ഞു തുടങ്ങിയതിനു ശേഷം അടുത്ത സാറിലേക്ക് പോവാം എന്ത് പറയുന്നു അപ്പൊ സാർ ഒന്നിങ്ങ് വന്നേ അപ്പതാ സാർ എത്തിയിട്ടുണ്ട് ഹായ് സാർ ഹലോ പേരെന്താ മുസമ്മിലി ഓക്കെ അപ്പൊ സാറിന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എന്താ ചെയ്യാൻ പോന്നേന്ന് ഇത് കണ്ടിട്ടാ ആ. ഒരു ഐഡിയ ഇല്ല ഒരു ഐഡിയ ഇല്ല നമ്മളെ പറ്റിയിട്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് ഞാൻ ഒരു അക്ഷരം തരും പിന്നെ എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അക്ഷരം തരുന്ന ആൻസർ മാത്രമേ പറയാൻ പാടുള്ളൂ റെഡി കേട്ടിട്ടുണ്ടല്ലേ റെഡിയോ ഫസ്റ്റ് ടൈം ആണ് അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് കളിക്കാം അല്ലേ അപ്പൊ അക്ഷരം ഏത് കൊടുക്കണം മക്കളെ അക്ഷരം ഏത് കൊടുക്കണം ആരല്ല സിമ്പിൾ ആയി പോയില്ലേ ഞാൻ കൊടുക്കാം അല്ലേടാ മാണോ മാ മതിയോ സർ പേരെന്താ മാങ്ങ പേര് മാങ്ങ എവിടുന്ന് വരുന്നു മാങ്ങാട് എവിടെ അടുത്ത് തന്നെയാണോ വീട് പെട്ട് ഗായ്സ് രാവിലെ എന്താ കഴിച്ചത് മാങ്ങക്കറി എടാ നിങ്ങൾ പണി പറ്റിച്ചല്ലേ എടാ നിങ്ങൾക്ക് സാറുമാര് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോ അവർ ആൻസർ പറഞ്ഞ സഹായിക്കലുണ്ടോ ഇല്ലല്ലോ അപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്യാവോ ഒരിക്കലും ചെയ്യരുത് കേട്ടോ അങ്ങനെ ഒരിക്കലും ഹെൽപ്പ് ചെയ്യരുത് കേട്ടോ ഒരു പാലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ ടീച്ചേഴ്സ് ആരും ഹെൽപ്പ് ചെയ്യില്ല അപ്പൊ അങ്ങോട്ട് അങ്ങനെ ചെയ്യും പക്ഷെ എക്സാമിനൊക്കെ ഇല്ലല്ലോ അപ്പൊ ഇതൊരു എക്സാം പോലെ കണ്ടാ മതി അപ്പൊ സർ രാവിലെ എന്താ കഴിച്ചേ മാങ്ങക്കറി ഓക്കെ ഇവിടെ എന്തിനാ വന്നേ മിഠായി വാങ്ങാൻ മിഠായി ഇഷ്ടാണോ മധുരം കുറഞ്ഞത് ഇഷ്ടമാണ് മധുരം കുറഞ്ഞ ഏത് മിഠായിയാണ് ഇഷ്ടം മാംഗോ ബാർ ഓക്കെ മാംഗോ ബാറിന് മധുരം ഇല്ല മധുരം കുറവാണ് സാറ് ട്രാക്കിലേക്ക് വന്നു അതുകൊണ്ട് പിടുത്തം തരുന്നില്ല ഓക്കെ അപ്പൊ താങ്ക് യു സോ മച്ച് സർ താങ്ക് യു ഓക്കെ അപ്പൊ ഇനി ക്വസ്റ്റ്യനിലേക്ക് പോയാലോ റെഡിയാണോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ കണ്ണൂരിലും ഞാനുണ്ട് ബഹിരാകാശത്തിലും ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ആരാണ് ഞാൻ അറിയോ അല്ല കണ്ണൂരിലും ഞാനുണ്ട് ബഹിരാകാശത്തിലും ഞാനുണ്ട് കലണ്ടറിലും ഞാനുണ്ട് ചൊവ്വതല്ല അറിയോ വേറെ അറിയോ ചൊവ്വയും ബുധനൊന്നല്ല അറിയോടാ അല്ല ഞാൻ പറയട്ടെ ആൻസർ നക്ഷത്രമല്ല മലയാള അക്ഷരം ക അടിക്കരുത് ആ കണ്ണൂരിൽ കായില്ലേ ഇല്ലേ ബഹിരാകാശത്തില് കായില്ലേ കലണ്ടറിലും കായില്ലേ ആ സിമ്പിൾ അടുത്ത ചോദിക്കട്ടെ ഏറ്റവും കൂടുതൽ പുകയടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം അല്ല
അപ്പൊ തെറ്റെന്റെ ഭാഗത്താ, ഞാൻ റൂൾ പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ലേ? അതിന് ആൻസർ അറിഞ്ഞവർ എന്ത് ചെയ്യണം? ആ പറയാല്ലേടാ നിനക്ക്. ആൻസർ അറിഞ്ഞവർ കൈ പൊക്കണം. ആൻസർ വിളിച്ചു പറഞ്ഞ ഗിഫ്റ്റ് കിട്ടില്ല. റെഡിയാണോ? റെഡിയല്ലേ? ചോദിക്കട്ടെ അടുത്തത്. തിരുവനന്തപുരയുടെ കാരുടെ ഡേ ഏതാണ്? തിരുവനന്തപുരം ഇല്ലേ? തിരുവനന്തപുരം അറിയോ? ആ അവരുടെ ഡേ ഏതാണ്? കിട്ടി 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 ഇവിടെ കിട്ടി. എന്തിന്റെ ഡേ? അതന്നെ അതിന്റെ അവള് വേറെ ഇതില്ല പറഞ്ഞ, കുഴപ്പമില്ല. കറക്റ്റ് ആൻസർ ആണ്. പേരെന്താ? റിസ. റിസ. റിസക്ക് ഒരു ക്ലാപ്പ് കൊടുത്തേ. എടാ ആൻസർ പറഞ്ഞ അപ്പ ക്ലാപ്പ് ചെയ്യണം കേട്ടോ. നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ? അടുത്ത ചോദിക്കട്ടെ. ഗൂഗിളിനെ പട്ടി കടിച്ചാൽ എന്ത് സംഭവിക്കും? ഗൂഗിൾ പേ. ഗൂഗിൾ പേ ഇവിടെയാണ് ഫസ്റ്റ് പറഞ്ഞത്. പേരെന്താ? അമീറ. അമീറ. ക്ലാപ്പ് ചെയ്തേ. അടുത്ത ചോദിക്കട്ടെ. ഭാരം കൂടിയ പാനീയം ഏതാ? ചട്ടിയോടാ? എടാ പാനീയം ചട്ടിയാണോടാ? അല്ല. എന്താ ചോദിച്ചേ? എടാ ടീച്ചർ അല്ലടാ, ഏച്ചി വിളിച്ചാ കേട്ടാ. പേടിച്ചു പോയോ നീ? അല്ല പാനീയോ? പാനീയം പർവ്വതാണോടാ? അല്ല. അറിയോ? ഭാരം കൂടിയ പാനീയം. കറക്റ്റ് ആൻസർ സംഭാരം. ക്ലാപ്പ് ചെയ്തേ. പേരെന്താ? വേദിക. അപ്പൊ ആൻസർ പറഞ്ഞ 3 ആളിങ്ങ് വന്നേ. ആൻസർ പറഞ്ഞ 3 ആള്. ആഹാ. ഇനി ഇത് ഇവിടെ നിന്നോ. ഇവിടെ ഇനി നിങ്ങൾ ആരും ആൻസർ പറയാൻ പാടില്ലേ? ആരും പറയരുതേ. റെഡിയാണോ? ഇനി നിങ്ങൾ ആൻസർ പറയണ്ടേ. ആര് ജയിക്കും? കുഴപ്പമില്ല അല്ലേ? അപ്പൊ ചോദിക്കട്ടെ. തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം എന്താണ്? അല്ല. എടാ തൊലി കളഞ്ഞാൽ പേര് മാറുന്ന സാധനം ഏതാ? അറിയോ? അറിയോ? നെല്ലാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, കുഴപ്പമില്ല. അടുത്ത ചോദിക്കട്ടെ. ഒഴുകാൻ കഴിയുന്ന അക്കം ഏതാ? ഒഴുകാൻ കഴിയുന്ന അക്കം മീൻസ് നമ്പേഴ്സ്. അറിയില്ലേ? ഒഴുകാൻ 6. കറക്റ്റ് ആൻസർ. ക്ലാപ്പ് ചെയ്തേ. താങ്ക് യു. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കും. നാളെ ഇതേ സ്കൂളിൽ വീണ്ടും കാണുന്നവരേക്കും. സീസൺ 2 സൈനിങ് ഓഫ്. ബൈ.